എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ പേര് ദീപ്തി. നല്ല നല്ല ഫാമിലി വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ വീഡിയോ. എൻ്റെ കയ്യിലൊരു വലിയ ബാഗ് ഉണ്ട്. അതെന്തിനാണെന്നറിയോ? നമുക്ക് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതേ സെയിൻറ്റ് ജോർജ് ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോവുകയാണേ. നമ്മളിത് ഇവിടേക്കാണ് കേട്ടോ വന്നിരിക്കണേ. ഇത് ഡൊണേറ്റ് ചെയ്യണ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതിരിക്കുന്ന ഡ്രസ്സുകളോ ബാഗോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാം. സെയിൻറ്റ് ജോർജ് ഷോപ്പിംഗ് സെൻറ്ററിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡൊണേഷൻ ബോക്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് പാകാവാതിരിക്കുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ കുട്ടികളുടെ സൈസ് ചേഞ്ച് ആയ ഡ്രസ്സുകളൊക്കെ നല്ല കണ്ടീഷനിലാണെങ്കിൽ നമുക്കൊരു കവറിലാക്കിയിട്ട് ഈ ബോക്സിനകത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതുപോലെ ടോയ്സ്, ബാഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. ഇത് അവരിടയ്ക്ക് ഞാൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ചാരിറ്റി ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ അവർ റീസെയിൽ ചെയ്യും. ഇതും അങ്ങനത്തെ ആവശ്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക. എന്തായാലും ഓണം ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ട്രോളിയൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ വിചാരിച്ചു ആദ്യം തന്നെ ടി കെ മാക്സിൽ കയറാം. ടി കെ മാക്സിൽ കയറിയിട്ട് കോട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള ഷോപ്പുകളിലേക്ക് പോവാം എന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ലിഫ്റ്റ്. ഈ ഓണത്തിന് ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ ഞാനും എൻ്റെ മാരേജ് ചെയ്തത്. ഞങ്ങളുടെ മാരേജ് ഒരു തിരുവോണ ദിവസമായിരുന്നു. സോ ഇപ്രാവശ്യം അത് ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് എന്ത് കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ജാക്കറ്റ് വാങ്ങിക്കാമെന്നാണ്. എനിക്കും ആൻറ്റോനും 2 പേർക്കും കൂടിയിട്ട് ഒരു ജാക്കറ്റ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഷോപ്പിലാണ്. 2 പേർക്കും കൂടിയിട്ട് ഒരു ജാക്കറ്റോ? ടി കെ മാക്സ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ എപ്പോഴും ഓഫർ ഉണ്ടായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു കംപ്ലയിൻസ് ഒക്കെ വരുന്ന ബ്രാൻഡഡ് ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ ഡ്രസ്സുകളും ഐറ്റംസൊക്കെയാണ് ഇവിടെ മിക്കവാറും ഉണ്ടാവുക. പല പല ബ്രാൻഡുകളുടെ ആയിരിക്കും. ഒരേ ബ്രാൻഡിൻ്റെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റത്തിൻ്റെ തന്നെ പല സൈസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളങ്ങനെ ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാറില്ല ഇവിടെ നിന്ന്. പക്ഷേ നമുക്ക് ഈ ജാക്കറ്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ജാക്കറ്റ് സെക്ഷനിൽ നോക്കി കേട്ടോ. ആദ്യം എനിക്കുള്ള ജാക്കറ്റാണ് നോക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുൻപ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ MKയുടെ ഒരു അടിപൊളി ജാക്കറ്റ് കണ്ടിരുന്നു. പക്ഷെ അന്ന് ഞാനത് വാങ്ങിച്ചില്ല. അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ തോന്നിയില്ല. പിന്നീടാണ് കേട്ടോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് എന്തായാലും നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാനൊരു ജാക്കറ്റ് ആൻറ്റോനും ഒരു ജാക്കറ്റ് എനിക്കും വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ആ ജാക്കറ്റ് എടുക്കാമെന്ന്. പക്ഷേ ആ ജാക്കറ്റ് മിസ്സായി പോയിരുന്നു ഓൾറെഡി. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ ഞാൻ കുറേ ജാക്കറ്റുകൾ ഇട്ട് നോക്കി. പക്ഷേ എനിക്ക് ഒന്നിലും ഒരു ഹാപ്പി തോന്നിയില്ല. അതായത് ഞാൻ വിചാരിച്ച മോഡലോ അല്ലെങ്കിൽ എനിക്ക് സ്യൂട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ റേറ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൻറ്റോൻ്റെ ജാക്കറ്റ് നോക്കാൻ പോയി. ആൻറ്റോനും അങ്ങനെ അത്ര നല്ല ഒരു കളക്ഷൻ തോന്നിയില്ല. ആൻറ്റോനും ഒരുപാട് ജാക്കറ്റ്സൊക്കെ ഇട്ട് നോക്കി. പക്ഷേ നമുക്കങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ എന്തായാലും ഇത്ര പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണല്ലോ, അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനായിട്ട് നമുക്കൊരു ജാക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കരുതി ഇനിയും ഷോപ്സ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേറെ ഷോപ്പിൽ പോയിട്ട് നോക്കാം. അങ്ങനെ ഒരുപാട് ജാക്കറ്റ് നോക്കിയിട്ട് ഇഷ്ടമാവാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അവസാനം ഇറങ്ങി കേട്ടോ. കൂട്ട് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിൽ പല ഷോപ്പുകൾ കണ്ടത്. അതിൽ ട്രെസ്പാസ് ഉണ്ടായിരുന്നു, H&M ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിലൊക്കെ നമ്മൾ കയറി നോക്കി. പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡിൻ്റെ ഒരു നല്ലൊരു ജാക്കറ്റ് കിട്ടിയില്ല. നമുക്ക് ജാക്കറ്റ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് വിൻ്റർ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ജാക്കറ്റ്സ് അത്ര പോരാ. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ജാക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പിന്നെയും ഒരുപാട് ഷോപ്പ്
ഷോപ്പിൽ പോയി. ഇവിടെ H&M കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് JDയിൽ കയറിയിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പല JDയിലത്തെ ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നമ്മൾ വിചാരിച്ചു ഇതിനേക്കാൾ നല്ല ഓപ്ഷൻ ഉണ്ടോയെന്ന്. അങ്ങനെ നമ്മൾ പിന്നെ നെക്സ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ M&Sൽ കയറി. അവിടെ നിന്നൊന്നും നമുക്ക് കിട്ടിയില്ല. ഇത് നെക്സ്റ്റിലല്ല H&Mലുള്ള കോട്ട്സാണ് കേട്ടോ. വളരെ കുറച്ച് ജാക്കറ്റ്സേ അവിടെ ഉള്ളൂ, കുറച്ച് എണ്ണം മാത്രം, ഒരു ഷേപ്പിലുള്ളത് അല്ലെങ്കിൽ ഒരു പാറ്റേണിലുള്ള ജാക്കറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി വേറെ ഏതെങ്കിലും ഷോപ്പിൽ നോക്കാമെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയപ്പോൾ ഹൈ സ്ട്രീറ്റ് കൂടെ നടക്കുന്നതാണ് കേട്ടോ ഇത്. അവിടെ കണ്ടോ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഷോപ്പ്. നമ്മൾ അവിടേക്ക് ഇടയ്ക്ക് കയറാറുണ്ട്, പക്ഷേ എന്തൊരു റേറ്റ് ആണെന്നറിയാം അവിടെ. നമ്മൾ ആമസോണിലോ അല്ലെങ്കിൽ eBayയിലൊക്കെ നോക്കുന്നതിനേക്കാളും ഒരുപാട് റേറ്റ് കൂടുതലാണ് കേട്ടോ ഈ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ഈ ഫർണിച്ചർ ഷോപ്പിലുള്ള റേറ്റ്. പിന്നെ നമ്മൾ കയറിയത് JDയിൽ നമുക്ക് അറിയില്ലായിരുന്നു ജാക്കറ്റ്സ് ഉണ്ടെന്ന്. അവിടെ ഷൂസ്, അല്ലുവിനുള്ള ഷൂ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. ഷൂവും അതുപോലെ സ്പോർട്സ് വെയർ ഐറ്റംസൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ജാക്കറ്റ്സ് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കയറി നോക്കിയപ്പോൾ അവിടെ നല്ല ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജാക്കറ്റ് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നമ്മളങ്ങനെ കേട്ട് പരിചയമുള്ള ബ്രാൻഡിൻ്റെ ഒരു ജാക്കറ്റ് ആയിരുന്നില്ല അത്. അപ്പോൾ നമുക്കത് വിശ്വാസം പോരാ, നമ്മൾ ഇത്രയും കാലം ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊരു ജാക്കറ്റ് വാങ്ങിക്കണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ജാക്കറ്റ്, പക്ഷേ നമ്മളതിൻ്റെ ബ്രാൻഡ് അത്ര അല്ലാത്തത് കൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ കയറിയത് നെക്സ്റ്റിലാണ്. നെക്സ്റ്റിന്ന് ഉള്ള ഈ ജാക്കറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്, നല്ല കംഫർട്ടബിളും ആയിരുന്നു. പക്ഷെ അതിൻ്റെ തൊപ്പി ഉണ്ടല്ലോ, അതൊരു സുഖമില്ല. അതിൻ്റെ ഹുഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ഷീറ്റ് പോലെയുള്ളൂ, തീരെ കട്ടിയില്ലാത്തൊരു ഹുഡായിരുന്നു. അപ്പോൾ നമുക്ക് വിൻ്ററിൽ തല അങ്ങനെ ചെവിയൊക്കെ കവർ ചെയ്യുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. പിന്നെ ജെൻസിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റോനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി വേറെ എവിടെ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നെക്സ്റ്റിൽ വന്നിട്ട് ജാക്കറ്റ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ നെക്സ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ലല്ലുവിനെ കൊണ്ടുവരാൻ പോകണം 12:30 ആകുമ്പോൾ എന്തായാലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. അപ്പോൾ എന്തായാലും ഗ്രോസറീസ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ കയറിയിട്ട് ഗ്രോസറി ആയിട്ടുള്ള മത്തങ്ങ, പിന്നെ നേന്ത്രപ്പഴം, ഓണമൊക്കെ അല്ലേ, അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത്. ഇത് ഹണി ബീൻസോ, ഇതാണോ ഉണക്കപ്പയർ? ഇത് തന്നെയാണല്ലോ മത്തങ്ങയും പയറിട്ട് വെക്കണ്ട്. ഇത് ബ്ലാക്കി ബീൻസ്, പപ്പാസ് ചോയ്സ്, ബ്രാൻഡിൻ്റെ പേരാണോല്ല. ക്രാബി ബീൻസ്, ഇത് മതി തോന്നോ. ഹണി ബീൻസ്, ഇതിൻ്റെ ചെറിയ പാക്കറ്റ്. ഇതിനെന്താ വില? ഈ മുതര 8 പൗണ്ടോ? അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അതിന്റെ ചെറിയ പാക്കറ്റ് ഇതായിരിക്കും. ഇവിടെ ഞാൻ കണ്ടുല്ലോ ക്രാബി. ഇത് പക്ഷെ വേറെ ടൈപ്പാണ്, ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കുറച്ച് ബ്രൗൺ ചിക്ക് പീസ്, നമ്മുടെ കടല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ്, ഇത് വലിയ ബീൻസ്, ഇത് നമ്മുടെ തൂർദാല്, രാജ്മ, കടല തന്നെ, വെള്ളക്കടല, ചെറുപയർ, കോൺ, ചെറിയ പാക്കറ്റുകളുണ്ട്. ഡ്രൈഡ് ലെമൺ സ്ലൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓറഞ്ച് ബ്ലോസം പെറ്റൽസ്,
കസ്കസ് റോസ് ഫ്ലവർ ആണോ. ഇവിടെ ഒരുപാട് തരം അച്ചാറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അച്ചാറ് ഓൾറെഡി അവിടെ ഇഞ്ചിപ്പുളി പിന്നെ നാരങ്ങ അച്ചാറും പിന്നെ എന്താ ഒരു തരം അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ലെമൺ അച്ചാറൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് വാങ്ങിക്കുന്നില്ല, നോക്കിയിരിക്കുന്നു. പിന്നെ പലതരം ഓയിലുകൾ, സൺഫ്ലവർ ഓയിൽ, എല്ലാതരം ഓയിലുകളും ഉണ്ട്. വെളിച്ചെണ്ണ പറ്റണമെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, വെളിച്ചെണ്ണ കാണാനില്ല. ശർക്കര വാങ്ങിക്കണമായിരുന്നു. ഇത് പക്ഷെ ചെറിയ പാത്രം മതിയായിരിക്കും. അതെ, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടോ 1/2 കിലോന് 400 ഗ്രാം ഉണ്ട്. ആൻഡോ അപ്പോഴേക്കും ലല്ലു ബേബീനെ കൊണ്ടുവരാൻ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ഷോപ്പിലേക്ക് കയറി. അടുത്ത ഷോപ്പിൽ കയറിയപ്പോൾ കയറിയ വശത്ത് തന്നെ നല്ല മുല്ലപ്പൂ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പൂ കിട്ടിയതായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വാടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജമന്തി പൂവിൻ്റെ വെറൈറ്റീസും അതുപോലെ ബനാന ലീവ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബനാന ലീവ്സിൻ്റെ വില കണ്ട് എൻ്റെ തല കറങ്ങിപ്പോയി. 1.80 അങ്ങനെ എത്രയായിരുന്നു കേട്ടോ അതിൻ്റെ വില. പിന്നെ കറി ലീവ്സൊക്കെ ഉണ്ടായിരുന്നു. കറി ലീവ്സ് എപ്പോഴും ഇവിടെ നല്ല ഫ്രഷ് കറി ലീവ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചു, ഓണമല്ലേ കരുതിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. അതിവിടെ മറ്റുള്ള കടകളെക്കാളും വില കുറവും നല്ല ഫ്രഷുമായിട്ട്. എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അവരിതാ തിരിച്ചു വരണം. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഈ ഷോപ്പിംഗ് മോളിൽ ഇപ്പോഴും ഭയങ്കര തിരക്ക് തന്നെയാണ്. ഇതാ വരുന്നത്, അവർ കണ്ടിട്ടില്ല തന്നെ. ഞാൻ അവരെ കണ്ടു, അവരെന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് നമ്മളെ കാണാനില്ല. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് അവരറിയുന്നില്ല. അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കാണ്ട് അവരവിടെ നിൽക്കട്ടെ. അവസാനം എന്നെ കണ്ടു. അങ്ങനെ കണ്ടിട്ട് ഞങ്ങളുടെ ഓടി വന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പിലും കയറി കഴിഞ്ഞു. അതിലും കൂടി കയറാം. എന്തായാലും ഇന്ന് നമുക്ക് നടന്നിട്ട് ബാക്കി ഇത്രയും ഷോപ്പിൽ കയറിയിട്ട് കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ സ്പോർട്സ് ഡയറക്റ്റിൽ കയറി. സ്പോർട്സ് ഡയറക്റ്റിൽ കയറിയിട്ട് അവിടെ ആണെങ്കിലും ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ജാക്കറ്റ് ഇട്ട് നോക്കി. ഈ ജാക്കറ്റ് ഇട്ട് നോക്കിയിട്ട് ആൻറ്റോന് ഒരുപാട് ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. നമുക്കതിൻ്റെ റേറ്റും അഫോർഡബിൾ ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ജാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ആൻറ്റോന് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഈ ജാക്കറ്റ് നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഹാപ്പിയായി. പക്ഷെ അപ്പോഴും എൻ്റെ ജാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഒരാൾക്കെങ്കിലും ജാക്കറ്റ് കിട്ടിയില്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലിഡിൽ കയറി. ലിഡിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ലിഡിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് ചെറിയ ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നോക്കണതാണ് കേട്ടോ ഇവിടെ ഈ കാണുന്ന ബ്ലോക്ക്. അപ്പോൾ ലല്ലു ബേബിക്ക് എവിടെ പോയാലും ആദ്യം വേണ്ടത് തണ്ണിമത്തനാണ് കേട്ടോ. തണ്ണിമത്തൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനാണെങ്കിൽ അത്യാവശ്യം വിലയുണ്ട്. പക്ഷെ അവിടെ ഓഫറിലുള്ള കാരണം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. നമ്മൾ പൂക്കൾ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൂക്കൾ നോക്കിയപ്പോൾ മിക്കതും നന്ന വാടിയതും നമുക്ക് റേറ്റും അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല, പൂക്കൾ വാങ്ങിച്ചില്ല. അവിടെ നിന്ന് ഒക്കെ ചെറിയ പൂക്കൾ. എനിക്ക് തോന്നുന്നു ഓൾറെഡി ആൾക്കാരൊക്കെ പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് പോയി തോന്നുന്നു. ഒരുപാട് കേടായ പോലത്തെ ഫ്ലവേഴ്സും കുറച്ച് പഴയ ഫ്ലവേഴ്സായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. അന്നത്തെ ഷോപ്പിംഗ് അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞാൻ മോറിസണിലേക്ക് പോയിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ മോറിസണിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി. തലേ ദിവസം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ലിസ്റ്റ് കൊണ്ടുപോകാൻ മറന്നുപോയി. പിന്നെ നമുക്ക് ഒരുപാട് വയ്യാണ്ടായി, കോട്ട് നോക്കി നടന്നിട്ട് തന്നെ ഒരു വിധമായി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം മോറിസണിലേക്ക്, അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കേട്ടോ. അന്ന് പോയിട്ട് ആദ്യം തന്നെ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് പിന്നെ തേങ്ങ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പൂക്കൾ ഓൾറെഡി ഞാൻ വാങ്ങിച്ചിരുന്നു, മീൻസ് മോറിസൺ തന്നെ വാങ്ങിച്ചത്. പിന്നെ ക്യാബേജ് വാങ്ങിച്ചു. റെഡ് ക്യാബേജും ഉണ്ട്, പക്ഷേ തൽക്കാലം ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ.
മെൻസ് സെക്ഷൻ നോക്കിയെങ്കിലും നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. നല്ല പെടയ്ക്കണ ചാള വന്നിട്ടുണ്ട് കേട്ടോ. 1.54 ഫ്രഷ് ചാളയാണ് കേട്ടോ. ഇപ്പം എന്തായാലും ഇപ്പോൾ മേടിക്കുന്നില്ല, ഓണം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം. അയിലയൊക്കെ ഉണ്ട്. ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും ഒക്കെ ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പൊടികൾ എല്ലാതും. അപ്പോൾ നമുക്ക് തൽക്കാലം എല്ലാതും ഉണ്ട്. പിന്നെ പുളിയാണ്. പുളി ഇപ്പം നമുക്ക് ഓൾറെഡി ഉണ്ട്. പപ്പടം ഒരു പാക്കറ്റ് വാങ്ങിക്കാം. പപ്പടം, കോക്കനട്ട് മിൽക്ക് മിക്സ് പൗഡർ ഉണ്ട്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതൊക്കെ നമ്മളിപ്പോൾ കയ്യിലുണ്ട്. അതുപോലെ കോക്കനട്ട് മിൽക്ക് ഒരു ബോക്സും കൂടി വാങ്ങിക്കാം, നമുക്ക് ആവശ്യം വരും ചിലപ്പോൾ. ശർക്കര ഇപ്രാവശ്യം ഇങ്ങനെ ബോക്സ് ആയിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ, കട്ട മറ്റേ ക്യൂബ്സ് ആയിട്ടുള്ളതില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഞങ്ങളിപ്പോൾ അത് ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. പായസത്തിൻ്റെ ഒരു എക്സ്പയറി കഴിഞ്ഞ പാക്കറ്റാണ് വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗീർ മിക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് ഡിസേർട്ട് മിക്സ്. പാലിൽ തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ റോസ് വാട്ടർ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നാളത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ അത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു. ഇവിടെ 135 റോസ് വാട്ടർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബനാന ചിപ്സുകളും കുറേയൊക്കെ പോയി കേട്ടോ. ഇത് സോൾട്ട്, ഇത് വാങ്ങിക്കാം നമുക്ക് തൽക്കാലം. ഇവിടെ റേറ്റ് കുറവിന് കോക്കനട്ട് മിൽക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേത് മാറ്റിയിട്ട് ഇത് വാങ്ങിക്കാം. ഡൂൺസ് റിവർ കോക്കനട്ട് മിൽക്ക്. ചിലപ്പോൾ ഇത് ഭയങ്കര ഡൈല്യൂട്ട് ആയിരിക്കും. അതുപോലെ ക്രീംഡ് കൊക്കനട്ടും ഉണ്ട്. ഇതെന്താ സംഭവം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വാങ്ങിക്കാം കേട്ടോ. വേണ്ട, എനിക്ക് തോന്നുന്നു അത് ഭയങ്കര കട്ടയായിരിക്കുന്നു. അപ്പോൾ നേരത്തെ കോക്കനട്ട് മിൽക്ക് മാറ്റിയിട്ട് ഞാൻ ഇത് വാങ്ങിക്കുകയാണേ. പായസം ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും പാല് വേണം കേട്ടോ. അപ്പോൾ ഞാൻ സെമി സ്കിംഡ് വാങ്ങിക്കണോ ഫുൾ ഫാറ്റ് മിൽക്ക് വാങ്ങിക്കണോ എന്നാണ് നോക്കണേ. എനിക്ക് തോന്നുന്നു സെമി സ്കിംഡ് വാങ്ങിക്കാമെന്ന്. സെമി സ്കിംഡ് ഫാറ്റ് ഫ്രീ ലങ്കാഷെയറും ഉണ്ട്, ഹെന്നയുണ്ട്, നാച്ചുറൽ യോഗട്ട്, പിന്നെ ഗ്രീക്ക് സ്റ്റൈൽ നാച്ചുറൽ യോഗട്ട്, പിന്നെ ഇത് ഹെന്ന തന്നെ നാച്ചുറൽ യോഗട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിക്കാൻ തോന്നുന്നു. ഇതിൻ്റെ ആണെങ്കിൽ ഒരു പൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. 185 295 ആണ്. അപ്പോൾ ഹെന്ന എങ്ങനെയുണ്ട് നോക്കാം ഇപ്രാവശ്യം. ഹെന്ന ഫാറ്റ് ഫ്രീ നാച്ചുറൽ യോഗട്ട് ലൈവ് സെറ്റ്. ഇത് കണ്ടോ, ഒട്ടകപ്പാലിൻ്റെ ചോക്ലേറ്റ് ആണ്. കാമൽ മിൽക്ക് ചോക്ലേറ്റ്, കാമൽ മിൽക്ക് ഡ്രിങ്ക്. ചോക്ലേറ്റ് ഫ്ലേവറാണ്. പശുവിൻ അല്ല, ഒട്ടകപ്പാലാണ്. കാമൽ മിൽക്ക് ഡ്രിങ്ക് 325 ആണ് കേട്ടോ അതിന് വില. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കാമൽ മിൽക്കിൻ്റെ ലോങ് ലൈഫ് ഹോൾ മിൽക്കും ഉണ്ട് കേട്ടോ. വേണ്ട, നമുക്ക് ഇപ്പോൾ ഇത് ട്രൈ ചെയ്യേണ്ട. ഓണമൊക്കെ കഴിഞ്ഞ് സാവധാനം ട്രൈ ചെയ്യാം. പനീറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പനീറും ഇപ്പം നോക്കണ്ട, പിന്നീട് നോക്കാം. പനീർ തന്നെ ക്യൂബ്സായ പനീറും ഉണ്ട് കേട്ടോ. ഈ ലസ്സി കുടിക്കാൻ നോക്കുമ്പോൾ കിട്ടിയില്ല എന്ന് വേണ്ട. അത് ലസ്സി ഉണ്ട്, എക്സോട്ടിക് മാംഗോ ലസ്സി. ഓക്കെ, ലൈല ബസ്മതി റൈസ് 10 കിലോഗ്രാം 13.15 ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മോറിസണിലെ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും വാങ്ങിച്ചു കേട്ടോ. അതുപോലെ ട്രോഫി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബസ്മതി റൈസ് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സലാം ബസ്മതി റൈസ് 12 pounds ഇരിക്കുന്നുണ്ട്. മോറിസൺ കാർഡുള്ളവർക്കാണ് കേട്ടോ.
പക്ഷെ ഇവിടെ 1650 എന്ന് എഴുതിയിരിക്കുന്നല്ലോ ഗോൾഡ് ബസുമതി റൈസ്. അത് വേറെയാണെന്ന് തോന്നുന്നു. അത് ഇതാന്ന് തോന്നുന്നു ടോപ്പ്. ലൈല ഗോൾഡ് ഇതിനാണ് 1650 എന്ന് ഞാൻ വിശ്വസിക്കണം. അതുപോലെ കോഹിന്നൂറിൻ്റെയും ഗോൾഡിന് 1650 ഇവിടെ കാണാനുണ്ട്. ഇതെന്താ, ഇത് 5 kg ആണ് കേട്ടോ, 950. ടിൽഡയ്ക്ക് 12 pound കൊടുക്കുന്നുണ്ട്. അത് 5 kg ആണ്. ലൈല 5 കിലോന് 1150 ആണ്. ഞാനിപ്പോൾ 1350ക്കാണ് വാങ്ങിച്ചിരിക്കണേ. കറക്റ്റ് ആകുമെന്ന് വിചാരിക്കണം. ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കയ്യിൽ 125 ആണ്. എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും വിളമ്പാനൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു 2 കയ്യിൽ 2 ഉണ്ട് 125-ന്. സ്റ്റീലാണ്, ലാഡിൽ മിറർ ഫിനിഷ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. എനിക്കിങ്ങനെ കോരിയെടുക്കുന്നതാണ് വേണ്ടത്, പക്ഷെ അതില്ല. അതിങ്ങനത്തെ ടൈപ്പേ ഉള്ളൂ. അതാണെങ്കിൽ അത് പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഓട്ടയാണ്. എന്തിനാണാവും. ഈ മസാല ബോക്സ് ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഇതിപ്പോൾ ഇവിടെ ഉണ്ട്. കുറേ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് ഓൾറെഡി. പിന്നെ മറ്റു ദോശച്ചട്ടിയും പിന്നെ ഈ ഒരു പാത്രമൊക്കെ ഉണ്ട്. ഇനാമലുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. വേഫിൾസ് ഓഫറുള്ള സമയത്ത് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഈ വേഫിൾസിനും അതുപോലെ ചോക്ലേറ്റ് വേഫിൾസിനും ഓഫറുണ്ട്. നമ്മളിപ്പോൾ ഈ ടോസ്റ്റിംഗ് വേഫിൾസ് വാങ്ങിക്കണം കേട്ടോ. ഒരു പാക്കറ്റ് കൂടി വാങ്ങിക്കാം. നല്ല ഇത് കഴിക്കും. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇത് ഇഷ്ടം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കേണ്ടത്. നമ്മുടെ മുരിങ്ങക്കായ അതുപോലെ അത് 2 തരത്തിലുണ്ട്. നീളത്തിൽ വരുന്നതുകൊണ്ട് ചെറുതാക്കി വരുന്നതുണ്ട്. എനിക്കിപ്പോൾ നീളത്തിൽ ഇങ്ങനെയുള്ളതാണ് വേണ്ടത്. എനിക്ക് അപ്പം മുരിങ്ങക്കായും വെണ്ടക്കായും വേണം. അത് സാമ്പാറിലേക്കും വേണം, അവയിലേക്കും വേണം. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് മുരിങ്ങക്കായ. ഇവിടെ നമ്മുടെ കയ്പക്കായ അതുപോലെ പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ. കുൽഫി ഐസ്ക്രീം ഇരിക്കുന്നുണ്ട് കേട്ടോ. മലായ് കുൽഫി, അതുപോലെ ഒറിജിനൽ കുൽഫി ഐസ്ക്രീം, പിന്നെ കൊക്കനട്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ വേണ്ട, സാവധാനം പിന്നീട് വാങ്ങിക്കാം. ഉണ്ടാക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇങ്ങനെ ഫൈനായിട്ട് ഇത് ഗ്രീൻ ബീൻസ് ഉണ്ട്, അതുപോലെ ക്യാരറ്റ് ഇതുപോലെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. മിക്സ്ഡ് വെജിറ്റബിൾസ്. പക്ഷേ ഇതിൽ ബീൻസാണ് കൂടുതൽ. ഗ്രീൻ പീസിൻ്റെ ആണ് കൂടുതൽ. അപ്പോൾ ബീൻസ് ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബീൻസ് നമുക്കിത് വാങ്ങിക്കാം. ഫൈൻ ഗ്രീൻ ബീൻസ്. അതുപോലെ നമുക്ക് സ്പ്രൗട്ട്സ് ഉണ്ട്. സ്പ്രൗട്ട്സ് പിള്ളേർക്ക് ഇഷ്ടമാണ്. ബട്ടൺ സ്പ്രൗട്ട്സ് കണ്ടോ. ഇത് ബേക്ക് ചെയ്ത് കൊടുക്കാൻ പിള്ളേർ കഴിക്കാം. ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്. ഓ ഓക്കെ, ഇത് അടിപൊളിയാണല്ലോ. നമ്മുടെ മത്തങ്ങ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് കണ്ടോ, ചങ്ക്സ്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ, നല്ലതാണ്. ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതില്ല കേട്ടോ, സ്ലൈസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് സാമ്പാറിലിടാം, പക്ഷെ അവിയലിക്ക് നല്ലതല്ല. സാമ്പാറിലേക്ക് കുഴപ്പമുണ്ടാവില്ല. ഇതൊരു അടിപൊളി ഓപ്ഷനാണ് മൂർക്കാടിൻ്റെ ഈ ചിക്കാഗോ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള പിസ്സ. 3 എണ്ണത്തിന് 5 പൗണ്ടാണ് കേട്ടോ. 3, 4, 5 3 ഫ്ലേവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? ചീസ് മെഡ്ലി, ഡബിൾ പെപ്പറോണി,
ചീസി ഹാം ആൻഡ് ബേക്കൺ. ഒരു ഫ്ലേവറും കൂടി ഉണ്ട്, ചീസി. അപ്പോൾ ഈ നാല് ഫ്ലേവറിൽ 3, 4, 5 ഒരെണ്ണത്തിന് പക്ഷേ 4 പൗണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 3 എണ്ണം വാങ്ങിക്കേണ്ടതായിരിക്കും ലാഭം. ഈ ബൗളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഡിസൈൻസ് ഉള്ളത് കണ്ടോ, ബ്ലൂ ആൻഡ് വൈറ്റ്. അപ്പോൾ ഇവിടെ ബൗളുകളുണ്ട്. ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ എടുക്കുന്നത്. സാമ്പാറൊക്കെ ഒഴിക്കാൻ നല്ലതല്ലേ, അടിപൊളിയാണല്ലോ ഇത്. അതുപോലെ ഇത് ഉപ്പേരികളൊക്കെ എടുക്കാനും. ചോറ് വിളമ്പാനൊക്കെ ഇതൊരു നല്ല ബൗളല്ലേ. ഇത് നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. 250 ആണ് കേട്ടോ അതിന്. അതുപോലെ നോക്കിയാൽ 2 പാത്രം 2 ഷേപ്പിൽ, മീൻസ് 2 കറി ഒരേ പാത്രത്തിൽ ഇതിൽ വിളമ്പാം. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ളൊരു ബൗളാണ്, ഹാർട്ട് ഷേപ്പ്ഡ് ബൗൾ. പപ്പടം ഇട്ട് വയ്ക്കാൻ ഇതൊരു നല്ല ബോക്സ് ആയിരിക്കുമല്ലേ. നട്ട്മാക്കിൻ്റെ ബാക്ക് ടു സ്കൂൾ ഓഫറുണ്ട്. 4.5 ലിറ്റർ എന്നാണ് ഇതിൽ കാണുന്നത്. ഇവിടെ 4 ലിറ്റർ എന്നാണ് കാണുന്നത്. ഇത് തന്നെയാണെന്ന് വിചാരിക്കണം. അങ്ങനെ മോറിസണിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. വീട്ടിലെത്തിയിട്ട് ഇത് ഫ്ലവേഴ്സ് എല്ലാം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചു കേട്ടോ. പിറ്റേ ദിവസമാണല്ലോ നമുക്ക് ഓണത്തിന് പൂക്കളിടേണ്ടത്. അപ്പോൾ അത് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ബക്കറ്റിലാക്കി വെച്ചു. അങ്ങനെ അതിന് നമുക്കൊരു ലിക്വിഡ് കിട്ടും കേട്ടോ. ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ സാമ്പാർ, അതുപോലെ അവിയൽ, അതൊക്കെ രാത്രിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിയൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. ക്യാബേജ് അരിയുന്നത് ആൻറ്റോനാണ്. അപ്പോൾ കഷ്ണങ്ങൾ ആൻറ്റോ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റോ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഓൾറെഡി കട്ട് ചെയ്തതായിരുന്നു. പിന്നെ ആദ്യമോൾ ഇതേ അവൾക്ക് പള്ളിയിൽ ഓണാഘോഷത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനത് ലാപ്ടോപ്പിൽ വെച്ചിട്ട് അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാമ്പാറും അവിയലും റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ പൈനാപ്പിൾ കറി ഉണ്ടാക്കി, പിന്നെ സാമ്പാർ റെഡി ആയിട്ടിരിക്കണു. അതൊക്കെ രാത്രി തന്നെ ചെയ്തു കേട്ടോ. പിന്നെന്താ, ഇത് പൈനാപ്പിൾ കറിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് പൈനാപ്പിൾ കറി. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. കേട്ടോ ഒരു വിട്ടായി. ആൻഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ആൻറ്റോ സാധനങ്ങളൊക്കെ അരിഞ്ഞു തരാനായിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. ഞാനെൻ്റെ ഇവിടെ പ്രിപ്പറേഷനായിരുന്നു. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ അവിയലും ഉണ്ടാക്കിയത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിയലും ക്യാബേജ് ഉപ്പേരിയും വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഇനി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളും നന്നായിട്ട് ഓണം ആഘോഷിക്കുക, പറ്റാവുന്ന പോലെ ഓണം ആഘോഷിക്കുക. പിന്നെന്താ, ഗുഡ് നൈറ്റ്.